അസ്സലാമലൈക്കും. കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വിപ്പ് ചെയ്യുക എന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. 1 കിലോ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ അളവാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് റിച്ചിൻ്റെ സൺവിപ്പ് എന്നുള്ള വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കിലോൻ്റെ കേക്കിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് 1 കിലോ കേക്കിലേക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു ലോ സ്പീഡിലിട്ടിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുക. അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വിപ്പ് ചെയ്യുന്നത് കറക്റ്റ് ആവുന്നില്ല എന്ന് പറയുന്നവർ ഈ വീഡിയോ കണ്ടാൽ അറിയാം എത്ര ടൈം വെച്ചിട്ടാണ് നമ്മുടെ ക്രീം വിപ്പായി വരുന്നതെന്ന് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ബീറ്ററിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടിക്കൊടുക്കാം. അപ്പം നല്ല ഹൈ സ്പീഡിലാണ് ഇപ്പോൾ ക്രീം വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പായിട്ട് വരുന്നുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ബീറ്റർ ഒന്ന് പൊന്തിച്ച് നോക്കാം. ഓക്കെ, പക്ഷേ നോക്കിയാൽ തന്നെ അറിയാം സൈഡിലൊക്കെ ചെറുതായിട്ട് വെള്ളം പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഹൈ സ്പീഡിൽ നമുക്ക് കുറച്ച് മിനിറ്റും കൂടെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കേക്കിലേക്ക് ഇതുപോലെ ഇതിനനുസരിച്ച് ടൈം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്താൽ നിങ്ങളുടെ കേക്ക് ഡെക്കറേഷൻ കുഴപ്പം വരില്ല.